തിരക്ക് പിടിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരവങ്ങൾ അവസാനിച്ചു. അതോടെ പാർട്ടിക്കുള്ളിൽ ഒളിച്ചിരുന്നിരുന്ന പോരുകളെല്ലാം ഒന്നൊന്നായി തലപൊക്കി തുടങ്ങി. വിരുദ്ധ നീക്കങ്ങളുടെയും വിമർശനങ്ങളുടെയും ശബ്ദം കനത്തും തുടങ്ങി. KPCC സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റണമെന്നാണ് മുതിർന്ന നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇപ്പോൾ കെ സുധാകരൻ വിരുദ്ധ നീക്കങ്ങൾക്ക് വീണ്ടും ജീവൻ വെക്കുകയാണ്. പകരത്തിനുള്ള ആളെയും വിമർശകർ തന്നെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ബത്തേരിയിൽ നടന്ന KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിലെയും പിന്നാലെ നടന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിലെയും ചർച്ചകളാണ് സുധാകരനെതിരായ നീക്കങ്ങൾക്ക് പുതുജീവൻ പകർന്നിരിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കെ സുധാകരനെതിരെ ആഞ്ഞടിച്ച മുതിർന്ന നേതാക്കൾ തന്നെയാണ് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കത്തിന്റെ മുൻനിരയിലുള്ളത്. സംസ്ഥാനത്തെ കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിലെ ഒരു ഉന്നത നേതാവിന്റെ തുറന്നുപറച്ചിൽ. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കെ സുധാകരനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നത്. ഇതിന് പിന്നാലെ മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി A ഗ്രൂപ്പ് നേതാക്കളും സുധാകരനെതിരെ തിരിഞ്ഞതോടെ KPCC അധ്യക്ഷനെ മാറ്റാനുള്ള നീക്കങ്ങൾക്ക് കൂടുതൽ പിന്തുണ കൈവന്നു. മുതിർന്ന നേതാക്കൾക്കൊപ്പം A ഗ്രൂപ്പ് കൂടി രംഗത്ത് വന്നതോടെ സുധാകരന്റെ സ്ഥിതി വീണ്ടും മോശമാകാനാണ് സാധ്യതയുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ ആലോചനയുണ്ടായിരുന്നു. എന്നാൽ 18 സീറ്റിലും ജയിച്ചതോടെ ആ ആലോചന മാറ്റിവെക്കാൻ ഹൈക്കമാൻഡ് നിർബന്ധിതമാവുകയായിരുന്നു. 18 സീറ്റിലും തകർപ്പൻ വിജയം നേടിയതിനൊപ്പം തന്നെ കണ്ണൂർ മണ്ഡലത്തിൽ ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരിക കൂടി ചെയ്ത കെ സുധാകരനെ എങ്ങനെ മാറ്റുമെന്നതായിരുന്നു നേതൃത്വത്തെ പിന്നീട് വലച്ച കാര്യം. എന്നാൽ അധ്യക്ഷ പദവിയിൽ തുടർന്ന കെ സുധാകരൻ വീണ്ടും ഏകപക്ഷീയമായ നീക്കങ്ങളിലൂടെ പ്രമുഖ ഗ്രൂപ്പുകളെയും നേതാക്കളെയും എതിരാക്കുകയാണ്. ഓവർസീസ് കോൺഗ്രസിന്റെ തലപ്പത്തെ നിയമനം, മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനം, താൽക്കാലിക പ്രസിഡന്റായിരുന്ന MM ഹസൻ എടുത്ത തീരുമാനങ്ങൾ റദ്ദ് ചെയ്തു തുടങ്ങി നിരവധി കാര്യങ്ങളാണ് A ഗ്രൂപ്പിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാനുള്ളത്. ഈ സാഹചര്യത്തിലാണ് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾക്ക് തുടക്കം വയ്ക്കുന്നതും. സുധാകരനെതിരെ നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ആദ്യത്തേത് ഇന്ദിരാഭവന്റെ പവിത്രത ചോദ്യം ചെയ്യപ്പെട്ടു എന്നതാണ്. രണ്ടാമത്തേത് സുധാകരന്റെ മറവിൽ പാർട്ടിയിൽ നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നു എന്നതുമാണ്. ബത്തേരിയിൽ ചേർന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് മുതിർന്ന നേതാക്കൾ തന്നെ കെ സുധാകരനെതിരെ പൊട്ടിത്തെറിച്ചത്. പാർട്ടി ആസ്ഥാനത്ത് കെ സുധാകരൻ സ്ഥിരമായി വരാത്തതും ഇന്ദിരാഭവനിൽ നിന്ന് ആഭിചാരക്രിയകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതും അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു നേതാക്കളുടെ വിമർശനം. കോൺഗ്രസ് പ്രവർത്തകർ പരിഭാവനമായി കാണുന്ന ഇന്ദിരാഭവനിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് അവർ തുറന്നടിച്ചു. KPCC ആസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളില്ല എന്നും ചില നേതാക്കൾ പറഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം. കൂടോത്ര ആരോപണം തന്റെ നേർക്ക് തിരിച്ചുവിടാനുള്ള നീക്കങ്ങളാണ് വൈകാരിക പ്രതികരണങ്ങൾക്ക് ഒരു നേതാവിനെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. മണ്ഡലം പ്രസിഡന്റുമാരുടെ ഏകപക്ഷീയമായ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് A ഗ്രൂപ്പ് നേതൃത്വവും കെ സുധാകരനെതിരെ ആഞ്ഞടിച്ചു. രണ്ടാമത്തെ ഘടകം വിശദമായി പരിശോധിച്ചാൽ മണ്ഡലം പ്രസിഡന്റുമാരെ ആരാണ് നിയമിച്ചത് എന്ന ചോദ്യമാണ് ഗ്രൂപ്പ് നേതാവായ KC ജോസഫ് കെ സുധാകരന് നേരെ ഉന്നയിച്ചത്. സുധാകരനെ മറയാക്കി ഒരു വിഭാഗം പാർട്ടിയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടത്തുന്നതെന്ന വിമർശനവും രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നു. എന്നാൽ എല്ലാം കേട്ടിരുന്ന സുധാകരൻ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്നത് ശ്രദ്ധേയമായി. രാഷ്ട്രീയകാര്യ സമിതിയിലെ വിമർശനങ്ങൾക്ക് ഹൈക്കമാൻഡ് പ്രതിനിധികളും സാക്ഷിയായ പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് അനുകൂല തീരുമാനം വരുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രൂപ്പ് നേതൃത്വം. സുധാകരനെതിരായ വികാരത്തിന്റെ തീവ്രത തിരിച്ചറിയുന്ന ദേശീയ നേതൃത്വം അദ്ദേഹത്തെ മാറ്റാനുള്ള ആലോചനയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഇനി സുധാകരനെ മാറ്റിയാൽ തന്നെ പകരക്കാരനായി ആരെ കൊണ്ടുവരും എന്നതാണ് ഹൈക്കമാൻഡിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം. ഈഴവ തെയ്യ വിഭാഗത്തിൽ നിന്നുള്ള സുധാകരനെ മാറ്റിയാൽ അതേ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ തന്നെ പകരക്കാരനായി കണ്ടെത്തേണ്ടി വരും. ഈഴവ വിഭാഗത്തിൽ നിന്ന് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന നേതാവ് അടൂർ പ്രകാശ് മാത്രമാണ്. എന്നാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണ രംഗത്തുണ്ടായ വീഴ്ചകളിൽ ഹൈക്കമാൻഡിന് അദ്ദേഹത്തോട് എതിർപ്പുണ്ട്. ജയിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ പ്രവർത്തിച്ചതെന്നാണ് ഹൈക്കമാൻഡിന് ലഭിച്ചിരിക്കുന്ന വിവരം. ചില കളങ്കിത വ്യവസായികളുമായുള്ള അടൂർ പ്രകാശിന്റെ ബന്ധവും പ്രതികൂലമാകും. എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കൃത്യമായി അറിയാവുന്ന രാഷ്ട്രീയ നേതാവാണ് അടൂർ പ്രകാശ് എന്നതും പാർട്ടിയിൽ അനുയായി ബലം കൂടുതലുള്ള നേതാവാണ് എന്നതും അദ്ദേഹത്തിന് അനുകൂലവുമാണ്.